വിജയുടെ വിശദീകരണത്തിന് പിന്നാലെയും രാഷ്ട്രീയ ചർച്ചകൾ അത് സജീവമാണ്. ചെന്നൈയിൽ നിന്ന് കെ ബി ശ്രീധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കരൂർ ദുരന്തം നടന്ന് 3 ദിവസം പിന്നിടുമ്പോഴാണ് വിജയ് മൗനം വെടിയുന്നത്. അതീവ ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സന്ദേശം എക്സ് പോസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് അവിടെ സംഭവിച്ച കാര്യങ്ങളിൽ തനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, വിഷമമുണ്ട്, അതിൻ്റെ വേദനയിലാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് വിജയ് പറയുന്നുണ്ട്. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ കാണാനും അതുപോലെ തന്നെ ജീവൻ നഷ്ടമായവരുടെ കുടുംബക്കാരെ കാണാനും താൻ കരൂരിലേക്ക് എത്തുമെന്നും വിജയ് അറിയിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് വിജയ്ക്ക് കരൂരിൽ പോകാൻ അനുമതി നൽകിയിട്ടില്ല. അതിനുവേണ്ടി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിജയ് നിലവിലിപ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട്, ദുരന്തവുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി 2 TVK നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് 2 പ്രധാന നേതാക്കൾ, ബുസി ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേസെടുത്തിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. അവരെയൊന്നും വേട്ടയാടരുത് എന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് CM സാർ അവരെ വിട്ടേക്കൂ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, എന്ത് കുറ്റവും എൻ്റെ മേൽ ചുമത്തിക്കോളൂ എന്നുകൂടി വിജയ് ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. ഏതായാലും കരൂരിലേക്ക് പോകും, ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹം ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം വരാൻ വളരെ വൈകിപ്പോയി. പ്രത്യേകിച്ച് ഈ ദുരന്തമുണ്ടായി 3 ദിവസം പിന്നിടുന്നു. ആ ദുരന്തമുണ്ടായ ദിവസം അവിടെ നിന്ന് അദ്ദേഹം ചെന്നൈയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിന് കാരണം പറയുന്നത്, ആശുപത്രിയിൽ പോയാൽ ഒരു പക്ഷേ അവിടെ കൂടുതൽ അന്തരീക്ഷം വഷളാവാനിടയുണ്ട്, അതുകൊണ്ട് താൻ പോയി എന്നാണ് വിജയ് പറയുന്നത്. അങ്ങനെ അന്ന് ട്രിച്ചി വിമാനത്താവളത്തിൽ വെച്ചും ചെന്നൈയിൽ വെച്ചും വിജയോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞിരുന്നു. അന്നൊരു അനുശോചന സന്ദേശം പോലും അദ്ദേഹത്തിൻ്റെതായി വന്നില്ല. പിന്നീട് രാത്രി ഏറെ വൈകി സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇടുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വിജയ്ക്ക് നേരെ വലിയ വിമർശനം ഉയരുന്നതും. ഏതായാലും കരൂരിലേക്ക് പോകും, ആളുകളെ കാണും എന്ന് വിജയ് ഈ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നു.